Hey guys, welcome back to our channel Worldly Lifestyle. അപ്പോൾ നമ്മുടെ ഡേ 5 ആട്ടോ. നമ്മൾ മോർണിംഗ് 8:30 ആയിട്ടുണ്ട്. ഇവിടെ RTPCR ചെയ്യാൻ വേണ്ടിയിട്ട് കാനി ഗ്രാൻഡിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് RTPCR ചെയ്തിട്ട് റിസൾട്ട് കിട്ടിച്ച് വേണം നാളെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ RTPCR ചെയ്യാൻ വേണ്ടി കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ RTPCR എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹോട്ടലുകൾ കണക്റ്റഡായിട്ട് അവിടെ മെയിനായിട്ട് ഒരു ഡോക്ടർ വരും ഇതെല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവം എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു ഈ പ്രൊസീജിയർ ചെയ്യുന്നതൊന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് എടുത്തില്ല. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മുടെ കാനിപ്പാമ്പിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലത്തെ കുറേ ഊഞ്ഞാലുകളുണ്ട്. നമുക്ക് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ കിട്ടാറില്ല, ഭയങ്കര തിരക്കായിക്കോട്ടെ അവിടെ. അപ്പോൾ നമ്മളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വന്നു. അപ്പോൾ അവൾക്ക് ബോയിൽഡ് എഗ്ഗ് ഉണ്ടായിരുന്നു, മോസ്റ്റ്ലി ഉണ്ടായിരുന്നു, മിൽക്കൊക്കെ വെച്ചിട്ടുണ്ടാവും, ചോക്കോസ് അങ്ങനത്തെ കൂട്ടി കഴിക്കാം. പിന്നെ അല്ലാണ്ട് നമുക്ക് സോസേജ്, പാസ്ത, അതുപോലെ വേഫിൽ, പിന്നെ നമുക്ക് കുറേ സംഭവങ്ങളുണ്ടാവും. മീൻ പീര, ഈ മോൾഡീവ് സ്പെഷ്യലാണ്, ഫിഷിൻ്റെ ഒരു പീര പോലെ തന്നെ ഇരിക്കുന്ന ഐറ്റം മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ബ്രെഡ് ബട്ടർ ജാം ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതുപോലെ കോഫി, ടീ, നമുക്ക് മിൽക്ക് എടുക്കണമെങ്കിൽ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടാവും. പിന്നെ ജ്യൂസ് ഉണ്ട്, പല ടൈപ്പ് 2 ടൈപ്പ് ജ്യൂസ് വരുന്നുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ സാൻഡ്വിച്ചാണ്, സാൻഡ്വിച്ചും പിന്നെ ചപ്പാത്തി, വെജ് കറി അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട്. അത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ, എനിക്ക് ബോറടിപ്പിക്കണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കലാണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ബീച്ചാണ്, ഒരുപാട് ക്രൗഡഡും അല്ല. അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ഒരു ബീച്ച് കേട്ടോ. Say hello. നമ്മുടെ സൺറൈസിന്റെ സൈഡിലുള്ള ബീച്ചിൽ വന്നേക്കാട്ടെ, ചുമ്മാ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടി വന്നേക്കാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഒരു മാംഗ്രൂവ് പോലെ ഇങ്ങനെ റൂട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അതുകൊണ്ട് വെയിലടിക്കാത്തൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇത്ര ചൂടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് നല്ല വെയിൽ കുറവാണ്, അവിടെ നല്ല വെയിലാണ്. കുറേ ബോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. നമ്മളവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ കിട്ടുവാണ്. ഞാൻ അധികം വെയിലത്തേക്ക് പോകുന്നില്ല കേട്ടോ, നല്ല വെയിലുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ നമുക്ക് തലവേദനയ്ക്ക് സൺസ്ക്രീൻ ബാധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ സൈഡിൽ നോക്കുക, കംപ്ലീറ്റ് ചെയ്യണം നല്ല റൂട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ സൺറൈസിന് എടുത്തുള്ളത്. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ക്രൗഡഡ് ആയിട്ടുള്ള ബീച്ച് വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് ക്രൗഡിലാണ് സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലം വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ബെസ്റ്റ് ഇതാണ്. മറ്റേത് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് 2 ഫോട്ടോ ആകുമ്പോഴേക്കും അടുത്ത 2 പേരായിട്ട് കടന്നു പോയിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. നമ്മളൊരു ഫോട്ടോ എടുത്ത് എത്ര ഫോട്ടോ എടുത്താലും ഒരാളും കടന്നു വരുന്നില്ല കേട്ടോ. വാട്ടർമെലൺ ജ്യൂസ് കേട്ടോ, മതി. ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആട്ടോ കുടിക്കുമ്പോൾ തന്നെ. സൂപ്പ് കിഡു, ക്രീമി വെജിറ്റബിൾ സൂപ്പാട്ടോ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓണിയൻ റിങ്സ് കിടുവായിരുന്നില്ലേ, നല്ല ക്രിസ്പി ആയിരുന്നു. ആ ഡിപ്പൊന്നും വേണ്ട, നമ്മൾ സൂപ്പിൽ ജസ്റ്റ് മുക്കിയിട്ട് കഴിച്ച്. പിന്നെ നമുക്ക് എന്താ തന്നെ ചിക്കൻ സാലഡ്. എനിക്ക് തോന്നുന്നില്ല കാനിപ്പാമ്പിൽ ഇത്രയും നല്ല സാലഡുകൾ കഴിച്ചിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ്, ഉപ്പും എല്ലാം പാകത്തിനുണ്ടാവും. കിടു നല്ല പീസുകളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഇത് ചിക്കൻ വിത്ത് കാഷ്യൂസ് ആൻഡ് മാഗി അല്ല ന്യൂഡിൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റേഷൻ രക്ഷയില്ല, നിറച്ച് നട്ട്സിൻ്റെ അവർ പറഞ്ഞ പോലെ തന്നെ വാക്ക് വലിച്ചിട്ടുണ്ട്. കാഷ്യൂസ് എന്ന് പറഞ്ഞപ്പോൾ ധാരാളം കാഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ട്. പിന്നെ നെക്സ്റ്റ് മെയിൻ കോഴ്സ് വന്നിട്ട് ബീഫ് സ്റ്റേക്കാണ്. ബീഫ് സ്റ്റേക്ക് വിത്ത് കൊളോസം ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് കേട്ടോ. സോ ഇതാണ് അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സുകൾ 2 എണ്ണം വന്നിരിക്കുന്നത്. സ്റ്റാർട്ടറായിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ ഒരു ചിക്കൻ സാലഡും അതുപോലെ ആ ഒരു ഓണിയൻ റിങ്സും. ബാക്കിയെല്ലാം ഇത് 2 മെയിൻ കോഴ്സ്. പിന്നെ ഇത് സൂപ്പ്, പിന്നെ നമുക്ക് ജ്യൂസും വാട്ടർ അവർ തരും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലഞ്ചിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഒരു സംഭവം കൂടി വരാനുണ്ട്, ഡെസേർട്ട്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഡെസേർട്ട് വരാം. അതൊക്കെ കാണിച്ചു തരാം. കാണിപ്പാൻ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഫുഡ് 10 on 10.
ഡെസേർട്ടായിട്ട് നമ്മൾ പറഞ്ഞത് ഫ്രൂട്ട് പ്ലാറ്റർ ആട്ടോ. അപ്പോൾ ഇതിനകത്ത് ആപ്പിളുണ്ട്, പപ്പായ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, അതുപോലെ വാട്ടർമെലൺ ഉണ്ട്, സീസണൽ ഫ്രൂട്ട്സ് ഒരുവിധം 4-5 ഉണ്ട്. നല്ലതാട്ടോ, നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റേഷൻ ആയിട്ടാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം നമ്മൾ ഇവിടെ കുഞ്ഞ് പർച്ചേസ് പോകാട്ടോ. ഇവിടെ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ഒരു മെമ്മറി കൊണ്ടുപോയി ഇല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ശീലമുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഭയങ്കര എക്സ്പെൻസീവായിട്ടൊന്നും അങ്ങനെ വാങ്ങിക്കൊണ്ട് പോവില്ല. ഇവിടെ ഒന്നാമത് ഡോളറിലാണ് സംഭവങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പർച്ചേസിന് അങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെമ്മറി പോലെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റോ അങ്ങനെ എന്തെങ്കിലും കുട്ടി കുട്ടി സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കോളൂ. അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോയിട്ട് കുറേ കുഞ്ഞ് കടകളുണ്ട്, സോവനിയർ ഷോപ്പായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കണം. ഇല്ലെങ്കിൽ ഫുൾ അങ്ങനത്തെ കുഞ്ഞ് ഷോപ്പുകളാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിരുന്നു. പക്ഷേ പലയിടത്തും പല പല റേറ്റുകളാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ കമ്പനി പോലെ ഉണ്ടെന്ന്. നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഒരുപാട് റേറ്റ് ഇല്ലാത്തതുമായിട്ടുള്ള എന്തെങ്കിലും നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഒരു കടയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ആൾ ഭയങ്കര സോഫ്റ്റ് ആട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പൈസയാണ് പറയുന്നത്. നമുക്കിവിടെ കുറേ വെറൈറ്റി എന്താ പറയുക ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വരുന്നുണ്ടായത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ സംഭവം കേട്ടോ. കേട്ടോ ഭയങ്കര ക്യൂട്ടാണ്. എൻ്റെ അത് മോൾഡീവ്സിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് സിമ്പിളാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്താ വാങ്ങണ്ടേ. പിന്നെ ഉണ്ട് കുറേ ഓപ്ഷൻസ്. ഇവിടെ ടെമ്പറേച്ചർ കാണിക്കുന്നതുണ്ട് കേട്ടോ, ഇതുപോലത്തെ ഉണ്ട്. ഫുഡ് പല റേറ്റാണ്, 3-4 അങ്ങനെ ഓരോ ഡോളേഴ്സാണ് വരുന്നത്. നല്ലത് കേട്ടോ. 2 ആണ് വരുന്നത്. ഇതിനൊക്കെ ആംഗ്ലറ്റും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതല്ലേ അല്ലേ, ഭയങ്കര സിമ്പിളായി പോയോ ഇതൊക്കെ കറുത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതേ നമ്മുടെ സംഭവം വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്തത് ഡോളറിലാണ്, തിരിച്ച് തരുമ്പോൾ അത് മോൾഡീവിയൻ റുഫിയായിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കളക്ഷന് വേണ്ടിയിട്ടാണ്. ആൾക്കാർ അങ്ങനത്തെ കുട്ടി കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ നോട്ടുകളാണ്. അടിപൊളി സംഭവമാണ്, വാട്ടർ പ്രൂഫാണ്, നല്ല കളർഫുൾ നോട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ നമുക്ക് കളക്ഷനുള്ള നോട്ട് കിട്ടി. അതേ നമ്മൾ നടന്ന് തിരിച്ച് പോവുകയാണ് നമ്മുടെ റൂമിലേക്ക്. നമുക്ക് ഇനി നമ്മുടെ ബീച്ചിലേക്ക് പോകണം. അപ്പോൾ അതിന് ബീച്ച് വെയർ ഇടണം. ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങാൻ പറ്റില്ലല്ലോ ബീച്ചിലേക്ക്. നമ്മൾ ഇവിടുത്തെ ബീച്ചിൽ അതിന് ഇറങ്ങിയിട്ടില്ല. ഫുൾ ഡേ നമ്മൾ പുറത്ത് പോയിട്ട് സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങണം. അപ്പോൾ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കേട്ടോ. ഈ ഐറ്റംസ് ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു ബ്ലൂ കളറിൽ ആ ടർട്ടിലിൻ്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് നമ്മളെടുത്തു. 3 ആണ് വരുന്നത്. ഇതിനും 3 ആണ് വരുന്നത്. ഒരു ഫ്രിഡ്ജ് ഇതെന്താ പറയുക കീ ചെയിനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മോൾഡീവ്സ് ആയാലും മോൾഡീവ്സ് പറഞ്ഞിട്ടുള്ളത് എടുത്തേക്കുന്നത് ബാഗിലേക്ക് ഇടാൻ ഒരു മെമ്മറി പോലെ. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് കുട്ടി ഷോപ്പിംഗ് ഇടാവില്ല, ഷോപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരിട്ട് വന്നത് നമ്മുടെ സൺറൈസ് ബീച്ചിലല്ലേ, നമ്മുടെ സൺറൈസ് ഹോട്ടലിലെ ഓപ്പോസിറ്റുള്ള ബീച്ചിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാക്കിൽ ഒരാൾ ഇതുപോലെ കുത്തുന്നുണ്ട്. ഇത് നമ്മുടെ ക്യാൻഡിൽ ഡിന്നറിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ ബീച്ചിലാണ്, ഇവിടുത്തെ സൈഡിലുള്ള ഈ ഹോട്ടലിൽ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിവിടെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് രസം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് വീഡിയോ കണ്ടതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ വെച്ച് ബീച്ചിൻ്റെ അക്രമം അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ്. നമുക്ക് ചെളി വേസ്റ്റ് വെള്ളം കൂടെ ഇറങ്ങിയങ്ങ് പോയേ. രാത്രി ആകുമ്പോൾ തിരിച്ചു വരുമായിരിക്കും അല്ലേ ചിലപ്പോൾ. മേ ബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞങ്ങൾ ക്രാബി തായ്ലൻഡിൽ പോയപ്പോൾ ഇത് സെയിം സിറ്റുവേഷൻ ആയിരുന്നു. ഉച്ചയാകുമ്പോൾ വെള്ളം നന്നായിട്ട് വലിയും. അറ്റത്ത് അവര് നമ്മുടെ കടലിൽ നിന്ന് ഇങ്ങോട്ട് തിരുമാലം പെട്ടെന്ന് അടിച്ച് കയറാതിരിക്കും അവരുടെ കെട്ടിയൊന്നും നിർത്തിയിട്ടുണ്ടാവും. ഒന്ന് ജസ്റ്റ് ആ ഒരു ഇതിൻ്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കാണാം ആളുകൾ നടന്നിട്ട് അറ്റം വരെ പോകണേന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും ആഴമുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ റൂമിലേക്ക് പോകാൻ പോവാണ്. നമ്മളിനി വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വീഡിയോ എടുക്കണ്ടാവില്ല. അപ്പോൾ ഗൈസ് ദേ നമ്മൾ നമ്മുടെ ബീച്ചിൽ പോയിട്ട് വന്നു കേട്ടോ. ബീച്ചിൽ നമ്മൾ കുറച്ച് നേരം അധികം നിന്നു. നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനല്ല, നമ്മുടെ ടൈം ഇങ്ങനെ ഹോളിഡേയ്സിനൊക്കെ വരുമ്പോൾ കൂടുതൽ ഇതിന് തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കായിട്ട് ഒരു ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്, ഫുൾ ടൈം കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്കുണ്ടല്ലോ ഒരു പ്രൈവസിയൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ ബീച്ചിൽ കുറച്ച് നേരമൊക്കെ പോയി. മുട്ടൊപ്പം വെള്ളമുള്ളൂ കേട്ടോ. കുറേ ഒരുവിധം അറ്റം വരെ മുട്ടൊപ്പം വെള്ളമുള്ളൂ. വെള്ളം നന്നായിട്ട് അവിടെയും വലിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചെന്നുള്ളൂ, നമ്മുടെ സൺറൈസിൻ്റെ ഇവിടെയുള്ള ബീച്ച് വലിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയും വെള്ളം വലിഞ്ഞിട്ടുണ്ട്. മുട്ടപ്പുള്ളൂ. അല്ലാത്ത സമയത്ത് നല്ല ആളുണ്ട് തോന്നുന്നു അല്ലേ.
അറിയില്ല, നമ്മൾ ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല. പക്ഷെ എന്തായാലും ഇത്ര ആയിരിക്കില്ല, കാരണം അവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ഇറങ്ങിയിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ഇവിടെ വെള്ളം ഇറങ്ങിയതാണെന്ന് വിചാരിക്കുക, കാരണം നമ്മൾ ഇന്നാണ് ഇറങ്ങുന്നത് തന്നെ ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞു. അവിടെ നിന്ന് നമ്മൾ ഒരു ടൗല് വരും നമുക്ക് ഹോട്ടലിൽ നിന്ന്, ബീച്ച് ടൗല് വരും. ബീച്ച് ടൗലെടുത്ത് കഴിഞ്ഞ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു ജസ്റ്റ് ഒന്ന് ഫ്രഷായ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഡിന്നർ ടൈം ആയിട്ടുണ്ട് ഇവിടുത്തെ. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാം കേട്ടോ. നമുക്ക് ഡിന്നർ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഡിന്നർ നമുക്ക് സോസേജും പിന്നെ ഫിഷ് ബാർബിക്യൂ ഉണ്ടായിരുന്നു. ഫിഷ് ബാർബിക്യൂ നമ്മൾ എടുത്തില്ല, സോസേജ് എടുത്തു. പിന്നെ വന്നേക്കുന്നത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, എഗ് ന്യൂഡിൽസ് ഉണ്ടായിരുന്നു, സ്പെഗട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ആൽഫ്രെഡോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഗാർലിക് ചിക്കൻ ഉണ്ടായിരുന്നു, ബട്ടർ ഗാർലിക് ചിക്കൻ, പിന്നെ അതുപോലെ തന്നെ ബട്ടേർഡ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടായിരുന്നു. അത് ബട്ടർഡ് ഫിഷ് എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ ഗാർലിക് ചിക്കൻ നല്ലതായിരുന്നു. ഫ്രൈഡ് റൈസും അവരുടെ ന്യൂഡിൽസ് എല്ലാ സംഭവം നല്ലതാണ്. ഇതുപോലെ ഉള്ളിലിരിക്കാനും നമുക്ക് സ്പേസ് ഉണ്ട്, പുറത്ത് ഇതുപോലെ നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്തിരിക്കാനും സ്പേസ് ഉണ്ട്. അവിടെ കുറച്ച് ഡാർക്ക് ആയത് കാരണം ഞാൻ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് നെഗറ്റീവാണ്, രണ്ടുപേർക്ക് നെഗറ്റീവാണ്. അതിപ്പോൾ നമുക്ക് സംശയം വരാൻ വഴിയില്ലായിരുന്നു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അത്യാവശ്യം സാനിറ്റൈസ് ചെയ്യേണ്ട മാസ്ക് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് വായിലിടുമ്പോൾ ആവശ്യമില്ലാണ്ട് കണ്ണിലേക്കും മൂക്കിലേക്കും കൈ കൊണ്ടുപോകാണ്ടൊക്കെ നോക്കും. പിന്നെ ആരോടും നമ്മളങ്ങനെ സംസാരിക്കുന്നില്ലല്ലോ ആവശ്യമില്ലാണ്ട്. നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ അവരിരിക്കും, പക്ഷേ അവരുടെ അടുത്ത് നമ്മൾ റൊട്ടിയൊന്നും ഇല്ലല്ലോ പോയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കെയർ ചെയ്യും. പിന്നെ നമ്മളെപ്പോഴും പോകുമ്പോൾ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, കൈ വാഷ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ നെഗറ്റീവായി. ഇപ്പോൾ നാളെ നമുക്ക് 12 o'clock ചെക്ക് ഔട്ട് ചെയ്യണം. സ്പീഡ് ബോട്ടിലാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് പോകണേ. മാലി എയർപോർട്ടാണ് അല്ലേ, ബെലാൻ എയർപോർട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ 12 o'clock പോകണം. പക്ഷേ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളിത് റിപ്പോർട്ട് വാങ്ങി, ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം നമ്മൾ ഏത് സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമുഗയിൽ രജിസ്റ്റർ ചെയ്യണം ഇവിടുന്ന് പോകാൻ. പിന്നെ കേരളയിലല്ല, നമ്മുടെ എന്താ പറയുക, ഇന്ത്യയിലത്തെ ഡിക്ലറേഷൻ അല്ലേ, ഹെൽത്ത് ഡിക്ലറേഷൻ. അപ്പോൾ നമുക്ക് ഈ മുഖ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഉണ്ട്, അത് അറൈവലിൽ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ 48 hours മുമ്പ് അല്ലേ, കോവിഡിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ മുഖയിൽ ഡിപ്പാർച്ചർ ഇതും ചെയ്യണം. അപ്പോൾ അറൈവൽ നമ്മൾ ചെയ്തിട്ട് വന്നു. ഇനിയിപ്പോൾ പോകുമ്പോൾ ഡിപ്പാർച്ചർ ഇതുകൂടി ചെയ്യണം. പിന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ ഹെൽത്ത് ഡിക്ലറേഷൻ കൂടി ഫില്ല് ചെയ്യണം. എയർ സുവിധ. അതുപോലെ കേരളത്തിലെ കോവിഡ് ജാഗ്രതാ പോർട്ടൽ അതും ചെയ്യണം എന്നാണ്. പക്ഷേ ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു. എയർ സുവിധയിൽ ചെയ്യണം എന്നാണ്. പക്ഷേ ഇതേവരെ ഞാൻ എവിടെയും ചെയ്യണം. അത് ചെയ്യണം. അപ്പോൾ അതാണ്. ഇതിപ്പോൾ നമ്മൾ RTPCR കിട്ടി. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടി വീഡിയോസ് ഇവിടെ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കാനിപ്പാമ്പിൽ വെയിറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഹോട്ടലിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. അത് കഴിയുമ്പോൾ നമ്മൾ ഫ്രഷായി കിടക്കും. ഫ്രഷാവട്ടെ കാര്യമില്ല, ഓൾറെഡി കൂളിയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞാണ് നമ്മളുടെ. ഇത് കിട്ടി. ആ വീഡിയോ കോപ്പി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടി കോപ്പി ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകും. പറ്റുകയാണെങ്കിൽ ഒരു നൈറ്റ് വാക്കിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ലാസ്റ്റ് നൈറ്റ് അല്ലേ, ഡേ നാളെ ഉണ്ട്, ഹാഫ് ഡേ ഉണ്ട് നമുക്ക്. എങ്കിൽ പോലും നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ പാക്കേജും അങ്ങനത്തെ ആയിട്ട് കുറച്ച് തിരക്കായിരിക്കും. അപ്പോൾ ആ പരിപാടികളുണ്ട്. അപ്പോൾ നൈറ്റ് വാക്കിനെ പറ്റിയാണെങ്കിൽ പോകണം. നമ്മളെ മാഫസിലുള്ള മെയിൻ സ്ക്യൂബ ഡൈവിങ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അത് എനിക്കൊരു പഠിപ്പിക്കുകയും ചെയ്തു, ട്രെയിൻ ചെയ്യിപ്പിക്കില്ല ഇവിടെ, അതും ചെയ്യിപ്പിക്കും. പക്ഷെ കുറച്ച് ദിവസം വേണ്ടി വരും. നമുക്ക് ഓടി വന്ന് അവരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്ക്യൂബ ഡൈവിങ് ജസ്റ്റ് അവരെ പഠിപ്പിക്കുന്ന ആളുകളിലും ഇവിടെ ജസ്റ്റ് ഇത് കുറച്ച് ഫീറ്റ് താഴെ പോയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ട്രെയിനിങ്ങൊക്കെ തരുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ആ ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ടുണ്ട്, പല സൈസ് സിലിണ്ടർ വരുന്നുണ്ട്. അതുപോലെ ഫിൻസ്, ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം, ആ ഒരു സ്യൂട്ട് വരെ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ പല ഏരിയ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കൂടാണ്ട് റേറ്റ് കുറവിന് പല ഹോട്ടൽസും ഈ ഒരു സൗത്ത് സൈഡിലായിട്ട് അവൈലബിൾ ആണ്. നമ്മൾ എൻഡിലായിട്ടാണ് ഈ ഒരു സൗത്ത് സൈഡിലല്ല, നമ്മൾ എക്സ്ട്രീം നോർത്താണ്. അവിടെ ജസ്റ്റ് മാറി കുറച്ചൊന്ന് മാറി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ ലോക്കൽ PG പോലത്തെ സെറ്റപ്പുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കുറേ ഗസ്റ്റ് ഹൗസുകളുണ്ട്. അപ്പോൾ നല്ല അഫോർഡബിൾ, കുറച്ചധികം ഉണ്ടെന്നാലും ഒരുപാട് എന്നുവെച്ചാൽ ഹോട്ടൽസിന് അത്ര ഉണ്ടാവില്ല, എന്നാലും അഫോർഡബിൾ റേറ്റിൽ നമ്മൾ നേരത്തെ നോക്കി തുടങ്ങുവാണെങ്കിൽ കുറേ ഇതുപോലത്തെ ഗസ്റ്റ് ഹൗസുകൾ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് കിട്ടും മോൾഡീവ്സിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഒരു ഓപ്ഷനാണ് കേട്ടോ. ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് വരുന്നവർക്കൊക്കെ അതൊന്ന്
ട്രൈ ചെയ്തു നോക്കാം. നമ്മൾ നോക്കിയില്ല കേട്ടോ, നമ്മളിപ്പോൾ കിട്ടിയ പാക്ക് പൂരം ചെയ്തേ. അതുപോലെ ഇതിൻ്റെ ഉള്ളിലാണ് ഇവരുടെയൊക്കെ വീടുകളുണ്ടാവുക. അത് തന്നെ ഇവിടെ മെയിനായിട്ട് 2 വീലറാണ്, സൈക്കിളും 2 വീലറുമാണ്. പിന്നെ ഇവിടെ ഈ ഇങ്ങനത്തെ ചെറിയ ഈ ഉള്ളിലേക്ക് വന്ന സ്ഥലത്താണ് ഇവരുടെ വീടുകൾ. ഒരു ചെറിയ ഇവിടെ കുറേ ലോക്കൽ സ്റ്റോറുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ കുറച്ച് കൂടുതൽ ദിവസമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ച് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ കിട്ടും. ഗ്രോസറീസ് സംഭവങ്ങളൊക്കെ. ഇവൻ സൺസ്ക്രീൻ വരെ കിട്ടും റേറ്റ് കുറവിന് കേട്ടോ. മറ്റവിടുത്തെ കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരിക്കും. അവർ തന്നെ പറയുന്നത് ലോക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുന്നതാണ് ബെറ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഗായ്സ് നമ്മൾ നടന്ന് മാഫുഷിയുടെ സൗത്ത് എൻഡിൽ കേട്ടോ. അവിടെയാണ് മാഫുഷി ജയിൽ വരുന്നത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്ര കുഞ്ഞൊരു കിലോമീറ്ററുള്ള ഒരു ഐലൻഡിൽ എന്തിനാ ഒരു ജയിൽ പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അതും അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ ഇതാണ് ജയിൽ വന്നിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ നടന്നു വരുന്നൊന്നും വിചാരിച്ചിരുന്നില്ല. വന്നു അപ്പോൾ കണ്ടു. ഇതാണ് ജയിൽ. കുറേ ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നല്ല ഉയരത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് നല്ല ഹൈറ്റിൽ മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. മൊത്തം മാൽദീവ്സിന്റെ ഇതുള്ളതാന്ന് തോന്നുന്നു. കാരണം മാൽദീവ്സ് കറക്ഷണൽ സർവീസ് എന്നാണ് എഴുതിയുള്ളത്. ഓ, അപ്പോൾ എല്ലാ ഐലൻഡുകളും മൊത്തം മാൽദീവ്സിന് വേണ്ടിയുള്ള. മാഫുഷി മാത്രമല്ല, ഇവിടെ വേറെ ഐലൻഡ്സ് ഉണ്ടല്ലോ, പുലിദോ, അതുപോലെ ഗുലി, അങ്ങനത്തെ കുറെ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലായിടത്തും കൂടിയുള്ള മെയിൻ സ്ഥലം തോന്നുന്നു ആയിരിക്കാം മേ ബി. അല്ലാണ്ട് ഇത്ര വലിയ ആവശ്യമില്ലല്ലോ ഇവിടെ. ഈ ഇത്ര കുഞ്ഞു സ്ഥലത്ത് ഇത്ര തന്നെ ആളുകളുണ്ടാവില്ല കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ കോമൺ ആയിരിക്കാം മേ ബി. അപ്പോൾ ജയിൽ കണ്ടു കേട്ടോ. നമ്മൾ നടന്നു കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇതുപോലത്തെ ഒരു ആക്ടിവിറ്റി കേട്ടോ. ഓരോ ദിവസവും ഓരോ ഹോട്ടലിലേക്ക് ഇതുപോലെ ലൈറ്റൊക്കെ പിടിച്ചിട്ട് നല്ല സ്റ്റാൻഡൊക്കെ ചെയ്യുന്നത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പാർക്ക് എന്ന് പറയുന്നത് മാഫുഷി. നമ്മളിപ്പോൾ താമസിക്കുന്ന സൺറൈസ് ബീച്ച് ഹോട്ടലിൻ്റെ അടുത്തുള്ള ബീച്ച് ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് ഫോട്ടോ എടുത്ത സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോട്ടോ എടുത്ത സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇവിടെ നീങ്ങി കഴിഞ്ഞാൽ ഒരു പാർക്കുണ്ട്, പിള്ളേരുടെ പാർക്ക്. ആ സ്ഥലത്താണ് അവിടെ ഇങ്ങനെ ഇരിക്കാനും കുറേ ഇങ്ങനെ ഗവൺമെൻറ് പണിതേക്കുന്നതെന്ന് തോന്നുന്നു. ഇരിക്കാനും കുറേ ഊഞ്ഞാലുകൾ ഇവിടുത്തെ ലോക്കൽസ് കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റാണ്. ഒട്ടും ആളുകളും ഇല്ല, ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കേട്ടോ. ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും കേട്ടോ, അല്ലാത്ത സമയത്ത് നല്ല കാമാണ്. അതെ, വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ജിമ്മുണ്ട്, ഓപ്പൺ ജിമ്മുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മാഫുഷിയിൽ. ഇന്നത്തെ നമ്മളെ ലാസ്റ്റ് നൈറ്റാണ്. നാളെ 12 ആകുമ്പോൾ നമുക്ക് വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമ്മൾക്ക് 6th ഡേയിൽ നാളെ ബാക്കിയുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.